ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 245 സന്ദേശം. ഈശോയെ, പ്രാർത്ഥനയാലും പരിത്യാഗത്താലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ സഹായിക്കും. അങ്ങനെ അവിടുത്തെ കൃപ അവരിൽ പ്രവർത്തിക്കുവാൻ ഞാൻ ഇടയാക്കും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒത്തിരിയേറെ സമ്പന്നരാണ്, ആത്മാക്കളാൽ സമ്പന്നരാണ്. നമ്മളിലൂടെ കുടുംബജീവിതത്തിലൂടെ കടന്നു വരേണ്ട ആത്മാക്കളുണ്ട്, നമ്മളുടെ സഭാത്മക ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ട ആത്മാക്കളുണ്ട്, നമ്മളിലൂടെ ദൈവം ചേർത്ത് നിർത്തിക്കൊണ്ട് വളർത്തിയെടുക്കുന്ന ആത്മാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലൂടെ ഈശോയെ അറിയേണ്ടതും ഈശോയിലേക്ക് കടന്നു വരേണ്ടതുമായിട്ടുള്ള ആത്മാക്കളുണ്ട്. അപ്പം എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ ആത്മാക്കളും, നമ്മളെ ഫലമേൽപ്പിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി കടപ്പെട്ടവരാണ്. ഈശോ അതിന് നമുക്ക് മാതൃകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, പിതാവേ, അങ്ങ് എനിക്ക് തന്ന ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. നാശത്തിൻ്റെ പുത്രനല്ലാതെ ആരും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവരെല്ലാവരെയും ഞാൻ അങ്ങ് എനിക്ക് തന്ന നാമത്താൽ സംരക്ഷിക്കുന്നു, അല്ലെ മഹത്വത്താൽ സംരക്ഷിക്കുന്നു, മുദ്ര വെച്ചിരിക്കുന്നു എന്നൊക്കെ ഈശോ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പം ഈശോ തന്നെ ഈശോയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈശോ പ്രാർത്ഥിച്ചിരുന്നു. പിതാവേ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, മറിച്ച് ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഒക്കെയുള്ള ഈശോയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈശോയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാവരും അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കും അതേ വിളി തന്നെ, അതേ മാതൃക തന്നെ അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട് നമ്മളും ചെയ്യേണ്ടതും പാലിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്, നമുക്ക് വേണ്ടി നൽകപ്പെട്ടവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെടും. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, എനിക്ക് തന്നിരിക്കുന്ന സകലരോടൊപ്പം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു, അങ്ങയിൽ പ്രത്യാശ വെക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പ്രത്യാശ വെക്കാതിരിക്കുകയും ചെയ്യുന്ന, അങ്ങയിൽ ശരണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സകലർക്കും വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങനെക്ക് തന്ന ആരും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കരുണയിലേക്ക് ഞങ്ങൾ ഒന്നുചേർന്ന് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.